നമസ്കാരം ഗൈസ്, നമ്മുടെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിനൊക്കെ അങ്ങനെ വില കൂടിയിരിക്കുകയാണ്. ആപ്പിൾ ഒറ്റയടിക്ക് എല്ലാ പ്രൊഡക്റ്റിനും ഭയങ്കരമായിട്ടുള്ള വില കൂട്ടിയിരിക്കുകയാണ്. അതായത് നിലവിൽ മാക് മിനി M4-ന് 59,900 ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 94,900, അതായത് 35,000 രൂപയാണ് കൂടിയിരിക്കുന്നത്. പിന്നെ മാക്ബുക്ക് എയർ M5 1,20,900 ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 1,49,900, 29,000 രൂപയാണ് കൂടിക്കുന്നത്. അതിൻ്റെ തന്നെ പ്രോ M5-ന് 1,69,900 ഉണ്ടായ സ്ഥാനത്ത് 2,39,900 ആയിട്ടുണ്ട്. 70,000 രൂപയാണ് കൂടിക്കുന്നത്, 70,000 രൂപ. മാക്ബുക്ക് നിയോയ്ക്ക് 69,900 ഉണ്ടായ സ്ഥാനത്ത് 79,900 ആയിട്ടുണ്ട്, 10,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഐപാഡ് 11-ന് 39,900 ഉണ്ടായ സ്ഥാനത്ത് 49,900 ആയിട്ടുണ്ട്, 10,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. ഐപാഡ് എയറിന് 69,900 ഉണ്ടായ സ്ഥാനത്ത് 89,900 ആയിട്ടുണ്ട്, 25,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. ഐപാഡ് പ്രോയ്ക്ക് 99,900 ഉണ്ടായ സ്ഥാനത്ത് 89,900 ആയിട്ടുണ്ട്, 25,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. ഇനി ആപ്പിൾ 4K TV 64GB 14,900 ഉണ്ടായുള്ളൂ നമ്മൾക്ക്, അതിപ്പോൾ 25,900 ആയിട്ടുണ്ട്, 11,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ 128GB 16,900 ഉണ്ടായുള്ളൂ, ഇപ്പം 31,900, 15,000 രൂപ കൂടിയിട്ടുണ്ട്. പിന്നെ ഹോം പാഡ് അതിന് 32,900 ഉണ്ടായത് 44,900 ആയിട്ടുണ്ട്, 12,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. ആപ്പിൾ പോഡ് മിനിക്ക് 10,900 ഉണ്ടായുള്ളൂ, അതിന് 15,900 ഉണ്ട്, 5,000 രൂപ ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. അങ്ങനെ ആപ്പിളിൻ്റെ സകലമാന പ്രൊഡക്റ്റിന് അവർ ഭയങ്കരമായിട്ട് MRP റേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട്. നമുക്ക് ഇനി ഐഫോണിന് മാത്രമാണ് വില കൂട്ടാത്തുള്ളൂ. അതായത് ഇനി സെപ്റ്റംബറോട് കൂടി ഐഫോൺ ലോഞ്ച് ചെയ്യാണ്, iPhone 18. അപ്പോൾ അതറിയാം ഐഫോണുകളുടെ വില എങ്ങനെ കൂട്ടും, അവരെങ്ങനെ എത്ര രീതിയിൽ അവർ ഐഫോണിന് വില കൂട്ടും എന്നുള്ളത്. അതായത് ഒരു കമ്പനി ഇത്ര രീതിയിൽ വില കൂട്ടി ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും ഹൈക്കിൽ ഒറ്റയടിക്ക് ഇത്രയും പ്രോഡക്റ്റുകൾക്ക് ഒറ്റയടിക്ക് ഇത്രയും വില കൂട്ടി. അത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല, ഒരു കമ്പനി ഇതുപോലെ കൂട്ടി ഞാൻ കണ്ടിട്ടില്ല. ഇനി ഐഫോണുകൾക്ക് മാത്രമേ വില കൂട്ടാവുള്ളൂ. പിന്നെ എന്തൊരു കാര്യം പറയാനുള്ളത്, ഐഫോണിന് ഐപാഡിൻ്റെ ആപ്പിളിൻ്റെ ഏത് പ്രോഡക്റ്റിന് വില കൂടിയാലും ഇത് വേൾഡ് ബ്രാൻഡ് ആയതുകൊണ്ട് ആരും മേടിക്കാതിരിക്കില്ല. അതായത് മദ്യത്തിന് വില കൂടിയെന്ന് പറഞ്ഞാൽ ആരും മദ്യം കഴിക്കാണ്ടിരിക്കില്ല, എല്ലാവരും അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ച് വില ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ നമുക്ക് പറയാമെന്നുള്ളൂ, ആപ്പിൾ അവരുടെ അവകാശമാണ് വില കൂട്ടാൻ വേണ്ട. പക്ഷെ അതിനനുസരിച്ച് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഒക്കെ കൂട്ടിയാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ വില എന്ന് പറഞ്ഞാൽ ഇജാതി വില ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിന് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ജാതി. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് രീതിയിലാണ് അവർ വില കൂട്ടിക്കണം. ഇനി ഐഫോണൊക്കെ ഏത് വിലയെ വരെ എത്തും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പം തന്നെ പ്രോ മാക്സ് ഒക്കെ 2 ലക്ഷം രൂപ കണ്ടു കൊടുക്കണം ഫോൺ മേടിക്കണേ, ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെങ്കിൽ തന്നെ. ഇനി ആ ഫോണൊക്കെ മേടിക്കണമെങ്കിൽ എത്ര രൂപ നമ്മൾ മുടക്കുന്നത്. എന്നാലും ആ ആപ്പിളുകാരെ വല്ലാത്തൊരു ചതിയായിപ്പോയി. എല്ലാവരും ഇത് മേടിച്ച് തുടങ്ങി എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവരും ആപ്പിൾ പ്രൊഡക്റ്റുകളിലേക്ക് കടന്നു. ജനങ്ങൾ ഒരുപാട് ആപ്പിളിൽ വിശ്വാസം അർപ്പിച്ച ആപ്പിളിലേക്ക് കടന്നു എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അവർ ഇത്ര വില കൂട്ടിയിരിക്കുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ആപ്പിളിനെതിരെ ഇത്രയും വില കൂട്ടിയതിന്. ഭയങ്കര ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയും വാല്യൂ ഉള്ള പ്രൊഡക്റ്റ്, ഇത്രയും മാർക്കറ്റുള്ള ഒരു പ്രൊഡക്റ്റും വേറെ ഇല്ല. കാര്യം സാംസങ്ങും പല ആൻഡ്രോയിഡ് ഫോണുകളും പല ആൻഡ്രോയിഡ് ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും വേൾഡ് മാർക്കറ്റിൽ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡിനുള്ള മൂല്യം അത് അവർക്ക് തന്നെ ബോധ്യമുള്ള പോലെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ അത് കൂട്ടിയാലും ആൾക്കാർ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഐഫോണിനൊക്കെ നേരത്തെ 1,90,000 ഒക്കെ ഉള്ള സമയത്ത് പോലും ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 ലക്ഷം ഉള്ളപ്പോൾ ആൾക്കാർ മേടിച്ചു, ഇനി 2 ലക്ഷം ഉള്ളപ്പോഴും 2.5 ലക്ഷം ഉള്ള ആൾക്കാർ മേടിക്കും. കാര്യം എന്താ വെച്ചാൽ ആ പ്രൊഡക്റ്റിലുള്ള ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട് ആ ആപ്പിൾ പ്രൊഡക്റ്റ്. ഇപ്പം ഞാനും പേഴ്സണലി ഉപയോഗിക്കുന്നത് ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ പോലും നമുക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു വിശ്വാസതയുണ്ട്. ആ പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ ബ്രാൻഡ് നെയിമിൽ അവർ ജനങ്ങളെ പിഴിയുന്നുണ്ട്. അത് ജനങ്ങളാരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ വാല്യൂ ഭയങ്കര കൂടിപ്പോയി എന്ന് വെച്ചാൽ
ഒരു പ്രൊഡക്റ്റിന് 40% വരെ വില കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കൊല്ലണേ തുല്യമാണത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊരു ഐഫോൺ മേടിക്കണമെങ്കിൽ പുതിയ ഇപ്പോൾ 18 ഇറങ്ങുമ്പോൾ ഐഫോൺ മേടിക്കണമെങ്കിൽ 2 ലക്ഷം രൂപ മേളിൽ 2.5 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെങ്കിൽ ആപ്പിളിൻ്റെ അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെന്താണ്, ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തവൻ അതാ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ എപ്പോഴും മേടിച്ച് കഴിയുള്ളൂ. ഇപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണ് ചോറ് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ ആ ബിരിയാണി മേടിച്ച് എപ്പോഴും കഴിക്കുള്ളൂ. നല്ല ബിരിയാണി അവിടെ കിട്ടണോ അത് നമ്മൾ ആ സ്ഥലത്ത് തന്നെ എപ്പോഴും പോയി കഴിക്കും, മാറ്റി ചിന്തിക്കാറില്ല. അതുപോലെ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ഡ്രസ്സൊക്കെ പോലെ തന്നെയാണ്. നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമായിപ്പോയി നമ്മുടെ ജീവിതത്തിൽ ആ ബ്രാൻഡ്. അവരത് മുതലെടുക്കുന്നുണ്ട്, അവരത് കറക്റ്റ് മനസ്സിലാക്കി അതിൽ നമ്മളെ ഇതിട്ട് പിടിച്ച പോലെ പിടിച്ചു വെച്ചേക്കാണ് ആ ബ്രാൻഡ്. നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇനിയിപ്പോൾ ഐഫോൺ മേടിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അതിലും വലിയ പണിയാണ്. പുറത്ത് പോയി മേടിക്കാമെന്ന് വെച്ചാലും വില ഇതൊക്കെ തന്നെ കൂടുതലായിരിക്കും. ഇന്ത്യയിൽ പോയി ഐഫോൺ മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലാണ് നമ്മളൊക്കെ ജീവിക്കണമെങ്കിലും എന്ന് ഐഫോൺ മേടിച്ച് ഐഫോൺ 18 എടുക്കുമ്പോൾ വില എന്താവുമെന്ന് കണ്ടറിയണം. മേടിക്കണമെങ്കിൽ പുറത്തു വല്ലതും പോയി മേടിക്കണം. പുറത്ത് പോകണമെങ്കിൽ അതിലും വലിയ ചിലവാണ്. എന്താ ആപ്പിൾ കമ്പനിക്കൊരു നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാ പ്രൊഡക്റ്റും വില കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഐഫോൺ, ഐപാഡ്, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ ഈ വിലയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. പഴയ വിലയും പുതിയ വിലയും അതിൻ്റെ വില ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പഴയ വിലയും പുതിയ വിലയും ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് തരംതിരിച്ച്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതായിരിക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. ബായ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഇനിയുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഞാൻ ബെൽ ഐക്കൺ കൂടെ അമർത്തണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബായ്.